Hello friends, I am Shad. Welcome to ZARA Vlogs. എല്ലാവർക്കും നമ്മുടെ ZARA Vlogs സ്വാഗതം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു വാട്ടർ ഡിസ്പെൻസറാണ്. അതേക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞില്ല. നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് പോകാം. കണ്ടു നോക്കും നിങ്ങൾ തന്നെ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക്, സപ്പോർട്ട്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കമോൺ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു 3 തെർമോക്കോളിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കണം. ഇതാ നമ്മൾ എടുക്കുന്ന ബോട്ടിലിനേക്കാളും കുറച്ച് ലെങ്ത് കൂടിയുള്ള 3 പീസ് തെർമോക്കോൾ പീസ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ അതിന് മുന്നിലൊരു തെർമോക്കോളിൻ്റെ പീസ് വെക്കണം. അതിന് വേണ്ടിയിട്ട് അതിനേക്കാളും കുറച്ച് വിത്ത് കൂടിയ ഒരു തെർമോക്കോളിൻ്റെ പീസ് അതേ ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല മൂർച്ചയുള്ള ബ്ലേഡാണ്. അപ്പോൾ കൈമുറിയാൻ ചാൻസ് ഉണ്ട്. ആ സൂക്ഷിച്ചാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കട്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ലെങ്ത്തിൽ കട്ട് ചെയ്ത് വെച്ച 3 പീസാണ്. അത് കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മുടെ ബോട്ടിൽ കണക്കായിട്ട്. മുറിച്ച് വെച്ച 3 പീസും കൂടി പേസ്റ്റ് ചെയ്യണം. ഒരു ബോക്സിൻ്റെ രൂപത്തിലാക്കി എടുക്കണം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗണ്ണാണ്. ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ പേസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗണ്ണില്ലാത്തവർ ഫെവിക്കോൾ, ഫെവിഗമ്മ് എന്നിവ ഉപയോഗിക്കാം. സൂപ്പർ ഗ്ലൂ, ഫെവിക്വിക്കൊന്നും ഉപയോഗിക്കാൻ നോക്കരുത്. അത് തെർമോക്കോളിനെ ഉരുക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിതാ 3ാമത്തെ സൈഡിലും ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്യുകയാണ്. ആ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് 3ാമത്തെ സൈഡും പേസ്റ്റ് ചെയ്യാം. നമുക്ക് കുറച്ചും കൂടി ബലം കിട്ടാൻ വേണ്ടി ആ സൈഡിലൊക്കെ ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ടോപ്പിൽ കണ്ട ഭാഗത്ത് റൗണ്ട് സർക്കിൾ ഷേപ്പ് മുറിച്ചെടുത്തിട്ട് ബോട്ടിൽ കഴിയുന്ന വിധത്തിൽ മുറിച്ചെടുത്തിട്ട് അത് കട്ട് ചെയ്ത് കഴിയണം. ആ ഉണ്ടാക്കിയ ബോക്സിലേക്ക് നമ്മൾ ആ കുപ്പിയുടെ ലെങ്ത് അറിയാൻ വേണ്ടി ഒന്ന് വെക്കുകയാണ്. കുറച്ച് മുകൾ ഭാഗം പുറത്ത് ആകുന്ന രീതിയിൽ വേണം നമ്മൾ കുപ്പി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഗ്ലൂ അവിടെ അപ്ലൈ ചെയ്യുക. അവിടെ നമ്മളൊരു തെർമോക്കോളിൻ്റെ പീസ് വെച്ചിട്ട് അതിനൊരു കുപ്പിക്ക് വെക്കാൻ സ്റ്റാൻഡ് ആക്കുകയാണ് നമ്മളവിടെ ചെയ്യുന്നത്. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു തെർമോക്കോളിൻ്റെ പീസ് എടുത്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്യണം. കുറച്ച് കൂടുതൽ ബലം കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്യണം. നമ്മൾ കുപ്പിയിലേക്ക് വെള്ളം മറിക്കുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഗ്ലൂ നല്ലോണം അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നത്. അങ്ങനെ 2 സൈഡും ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഇതാണ് നമ്മുടെ വാട്ടർ ഡിസ്പെൻസറിൻ്റെ ടോപ്പ് സൈഡ്. അവിടെയാണ് നമുക്ക് ബോട്ടിൽ ഫിറ്റ് ചെയ്യേണ്ടത്. അവിടെ നമുക്ക് ആ ബോട്ടിൽ വെക്കേണ്ടത് പേസ്റ്റ് ചെയ്യാം. നേരത്തെ എടുത്തിട്ട് ആ ബോട്ടിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. സ്ട്രൈറ്റ് ഉണ്ടാകും. എന്നാലും നമ്മൾ ചെറുങ്ങനെ തെർമോക്കോൾ പൊട്ടാത്ത രീതിയിൽ ഉള്ളിലേക്ക് ഇറക്കി വെക്കുക. അപ്പോൾ സെറ്റായിട്ടുണ്ട്. നമ്മൾ ബോട്ടിൽ ഇറക്കി വെച്ച് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് താഴോട്ടേക്കുള്ള ഒരു പൈപ്പ് ഉണ്ടാക്കാനുണ്ട്. അവിടുത്തെ താഴോട്ടേക്ക് ഒരു സ്ട്രോ എടുക്കുക. സ്ട്രോ എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അളവെടുക്കുക. അവിടെയുള്ള താഴോട്ടേക്കും ആ കുപ്പിനുള്ളിലേക്കുള്ള സ്ട്രോയുടെ അളവെടുക്കുക. അതിനുശേഷം ആ സ്ട്രോ അവിടെ നിന്ന് കട്ട് ചെയ്യുക. മേലും താഴെയും കട്ട് ചെയ്യുക. നമ്മൾ ചെറിയ രീതിയിൽ കടന്ന് കിട്ടിയാൽ മതി നമുക്ക്.
തെർമോക്കോളിന് ചെറിയൊരു ഹോൾ ഇടുക. സ്ട്രോ വെച്ചിന് ഇട്ടാൽ സ്ട്രോ കുറച്ച് മുറിച്ചോക്കിയിട്ട് തെർമോക്കോളിന് ഹോൾ ഇടുക. പിന്നെ നമുക്ക് കുപ്പിയുടെ ബോട്ടിലിന് ഒരു ഹോൾ ഉണ്ടാക്കണം. അതിന് വേണം. അപ്പോൾ ഹോൾ ഇട്ട ശേഷം നമ്മൾ ആ സ്ട്രോ കടത്തി വെച്ച് പിന്നെ അതിന് മുന്നിലായിട്ട് ഒരു തെർമോക്കോൾ പേസ്റ്റ് ചെയ്യണം. കുറച്ച് മുകളിലോട്ടേക്ക് കുപ്പി കാണാതെ ചെയ്ത് വെച്ചിട്ട് ഒരു തെർമോക്കോളൊന്ന് പേസ്റ്റ് ചെയ്യുക. ഇത് പേസ്റ്റ് ചെയ്ത് വെച്ചു. ഇപ്പോൾ ഇതാ ബോട്ടിലിൻ്റെ ആ ടോപ്പ് മാത്രമേ പുറത്ത് കാണാൻ പറ്റുന്നുള്ളൂ. കുറച്ച് നീറ്റ്നെസ്സിന് വേണ്ടിയാണ് ചെയ്തത്. പിന്നെ നമുക്കൊരു ഫ്ലോർ ഉണ്ടാക്കണം, ബേസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് അടിയിലൊരു തെർമോക്കോൾ, കുറച്ച് ലെങ്ത്തുള്ള തെർമോക്കോൾ എടുത്തിട്ട് നമ്മൾ ബേസ് ഉണ്ടാക്കുകയാണ്. ഗ്ലൂ ഗൺ വെച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്ത് വെക്കുകയാണ് തെർമോക്കോൾ. ആ തെർമോക്കോൾ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബേസായി, നമുക്ക് തെർമോക്കോളിൻ്റെ ബേസ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് അല്ലറ മിനക്കുമുടികളൊക്കെ ചെയ്യാനുണ്ട്. അതിനെ കുറച്ച് മനോഹരമാക്കാം. ഇപ്പോൾ നമ്മൾ അധികം കളറൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഫുൾ വൈറ്റിൽ തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ കളർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അടിയിലോട്ട് ഏത് വെള്ളമാണ് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കുറച്ച് കളറുള്ള വെള്ളം യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ബോട്ടിൽ വെള്ളം നിറയ്ക്കുമ്പോൾ അടിയിൽ ഉണ്ടായ ആ സ്ട്രോയുടെ ആ ഭാഗം ക്ലോസ് ചെയ്ത് വേണം പിടിക്കാൻ വേണ്ടി. എന്നിട്ട് വേണം മൂടി നമുക്ക് ഇടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം മാത്രമാണ് നമുക്ക് അടിയിലുള്ള ആ സ്ട്രോ റിമൂവ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അതിനുശേഷം ഒരു ഗ്ലാസ് എടുത്ത് നമ്മൾ അവിടെ വെച്ചു. അടിയിൽ ആ സ്ട്രോൻ്റെ അടിയായിട്ട് വെച്ചു. ഇതാ നമ്മൾ ടോപ്പ് റിമൂവ് ചെയ്യുമ്പോൾ ആ ഗ്ലാസ്സിലേക്ക് വെള്ളം വരുന്നത് നമുക്ക് കാണാം.